അതുകൊണ്ട് ഓപ്പണിംഗ് സീനില് നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ആ ഒരു ഐസിനെ അങ്ങനെ ചവിട്ടി അവിടെ പൊടിയായി അഡ്മിറൽസിന് നേരെ അങ്ങനെ ചവിട്ടി തെറിപ്പിക്കും. ഐസ് പീസസ് അവിടെ ഇവിടെയൊക്കെ വന്ന് ഇടിച്ച് അവർക്കാണെങ്കിൽ ഓപ്പോസിറ്റ് എന്താണ് നടക്കുന്നതെന്ന് കാണാൻ കഴിയില്ല. ആ ഗ്യാപ്പിൽ ലൂഫി ആണെങ്കിൽ ഇപ്പൊ സെക്കൻഡ് ഗിയറിലേക്ക് പോയി അവിടുന്ന് എടുത്തു ചാടി സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ എയ്സിന്റെ തൊട്ടടുത്തേക്ക് വരും. ലൂഫി ആണെങ്കിൽ നൈസായിട്ട് അവരെ ഡൈവേർട്ട് ചെയ്തതാണ്. കാരണം അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിന്നാൽ അതിനുള്ളില് എയ്സിനെ കൊല്ലും. ലൂഫി ആണെങ്കിൽ എയ്സിന്റെ തൊട്ടടുത്തേക്ക് എത്തുമ്പോഴായിരിക്കും ആ കിസറു. അവനാണെങ്കിൽ ലൈറ്റിന്റെ പവറാണ്. അവൻ ലൂഫിയെ കഴിഞ്ഞും ഡബിൾ സ്പീഡില് ഇപ്പൊ അവന്റെ തൊട്ട് മുൻപിലേക്ക് വരും. അതിനുശേഷം ഒരു വമ്പ പോസൊക്കെ ഇട്ട് അവനെ നോക്കുകയാണ്. നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യമില്ല, നീ ഭയങ്കര സ്ലോ ആണ്, മാത്രമല്ല ഇപ്പൊ നിന്റെ സമയം അത് വളരെ മോശമാണെന്ന് പറഞ്ഞ് കിസറു കാലുമടക്കി ഇപ്പൊ ലൂഫി ആഞ്ഞു ചവിട്ടും. ലൂഫി വന്നതിലും ഡബിൾ സ്പീഡിൽ തിരികെ പോയി അടിച്ചു വീഴും. എയ്സ് അപ്പോഴും അതെല്ലാം കണ്ട് ഒരു ദീർഘനിശ്വാസത്തോടു കൂടെ നിസ്സഹായനായി നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ സെൻഗോക്കു അവനാണെങ്കിൽ എയ്സിനെ എക്സിക്യൂഷൻ ചെയ്യാനുള്ള ഓർഡർ കൊടുക്കും. ഉടനെ രണ്ടുപേര് വലിയ സ്ക്വാഡൊക്കെ എടുത്ത് വെട്ടാനായി റെഡിയാവും. പക്ഷെ എയ്സിനാണെങ്കിൽ യാതൊരു മരണഭയവും ഇല്ല. അവനത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് തല കുനിച്ചു നിൽക്കുകയാണ്. ചുറ്റും ഉണ്ടായിരുന്ന പൈററ്റ്സ്, വൈറ്റ് ബിയേർഡ്, ലൂഫി എന്നിങ്ങനെ എല്ലാവരും ഒരു സെക്കൻഡ് ശ്വാസം അടക്കി പിടിച്ച് ആ കാഴ്ച അത് നോക്കി നിൽക്കുകയാണ്. അടുത്ത നിമിഷം എയ്സിന്റെ നേർക്ക് ആ കത്തി അതങ്ങനെ പാഞ്ഞടുക്കും. ചോര അങ്ങനെ തുളുമ്പി വലിയൊരു ശബ്ദം. കാർപ്പാണെങ്കിൽ ഇപ്പൊ എയ്സിനെ നോക്കി അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. വെട്ടുകൊണ്ടത് അത് നമ്മുടെ എയ്സിന്റെ കഴുത്തിലല്ല, എയ്സിനെ അഞ്ഞു വെട്ടാനായിട്ട് ഒരുങ്ങിയ ആ രണ്ട് ഗാർഡ്സിന്റെ കഴുത്തിലാണ് വെട്ട് വീണത്. വെട്ടിയത് മറ്റാരുമല്ല, സാക്ഷാൽ ക്രൊക്കഡൈല്. സെൻഗോക്കു ആണെങ്കിൽ ഇപ്പൊ ഒരു സെക്കൻഡ് ഫ്രീസായി ക്രൊക്കഡൈലിനെ നോക്കും. ആക്ച്വലി അവൻ കരുതിയത് ക്രൊക്കഡൈലിന് ആവശ്യം വൈറ്റ് ബിയേർഡിന്റെ മരണമാണെന്നാണ്. അതുകൊണ്ട് സെൻഗോക്കു ക്രൊക്കഡൈലിനെ മുതലെടുത്ത് വൈറ്റ് ബിയേർഡിനെ ഇല്ലാതാക്കാനും എയ്സിനെ അവരുടെ ആഗ്രഹവും തീരുമാനവും പ്രകാരം കൺവേർഷൻ ചെയ്യാനും തീരുമാനിച്ചിരുന്നു. ഉടനെ ക്രൊക്കഡൈല് പറയും, ആ കിളവനെ ഞാൻ പിന്നെ കൊല്ലാം, ആദ്യം എനിക്ക് നേവിയെ തോൽപ്പിക്കണമെന്ന് പറയും. ഡോഫ്ലെമിംഗോ ആണെങ്കിൽ നേരം കൊണ്ട് ഇപ്പൊ ക്രൊക്കഡൈലിനെ കഴുത്ത് വെട്ടി താഴെയിടും. പക്ഷെ കഴുത്ത് പോയാലും ക്രൊക്കഡൈലിന് യാതൊരു കുഴപ്പമില്ല. അടുത്ത നിമിഷം വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഡോഫ്ലെമിംഗോയും ക്രൊക്കഡൈലും അവർ രണ്ടുപേരും ഒരു ഞാട്ടിയിടി ഫൈറ്റ്. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ലോങ് ഷോട്ടിൽ വീണ് കിടക്കുന്ന നമ്മുടെ ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചു വിടും. ആ ക്രൊക്കഡൈലിനെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായി. ഇനി പേടിക്കാനില്ല, ഗോള് അതിപ്പോ എന്റെ കോട്ടിലാണ്, എയ്സിനെ എങ്ങനെയെങ്കിലും ഞാൻ രക്ഷിക്കുന്നു പറഞ്ഞ് അവൻ വീണ്ടും എയ്സിനെ ലക്ഷ്യമാക്കി ഓടും. ലൂഫി ആണെങ്കിൽ ചുറ്റുമുള്ളവരെ മുഴുവൻ ഇടിച്ചു തെറിപ്പിച്ച് അങ്ങനെ മുൻപോട്ട് പോകും. ഉടനെ ഒരു വൈസ് അഡ്മിറൽ അവന്റെ മുൻപിലേക്ക് വരികയാണ്. ഒരു കാരണവശാലും നിന്നെ ഞാൻ അകത്തേക്ക് പോകാൻ സമ്മതിക്കില്ല, ഇനി നീ മുൻപോട്ട് വന്നാ നിന്നെ ഞാൻ കൊല്ലും. ലൂഫി അവന്റെ പല്ല് കടിച്ച് നിനക്ക് ജീവൻ വേണമെങ്കിൽ മുമ്പിൽ നിന്ന് മാറുന്നതാണ് നല്ലതെന്ന് പറയും. അവനാണെങ്കിൽ പാറ പോലെ നിൽക്കും. ലൂഫി അവന്റെ ക്ലോസ് എത്തി ഒരൊറ്റ ഇടി കൊടുക്കും. 2 സെക്കൻഡ് അവൻ അനക്കം ഉണ്ടാവില്ല. 3-ാമത്തെ സെക്കൻഡ് അങ്ങനെ കിളിയൊക്കെ പറന്നുപോയി അവൻ താഴേക്ക് വീഴും. ഉടനെ അവക്കിജി ഇപ്പോ അവനാണെങ്കിൽ ലൂഫിയുടെ മുൻപിലേക്ക് വന്ന് ഒരു റാഡ് എടുത്ത് ലൂഫിയുടെ കയ്യിൽ ആഞ്ഞു കുത്തും. അവക്കിജി ലൂഫിയോട് പറയും, എനിക്ക് കാർപ്പിനോട് വലിയ കടപ്പാടുണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ ഹെൽപ്ലെസ് ആണ്, എനിക്ക് നിന്നെ ഇല്ലാതാക്കിയേ പറ്റൂ. ലൂഫിയുടെ ബോഡിയിൽ നിന്ന് ചോര പൊടിയുന്ന കണ്ട പ്രിൻസസ് അവളാണെങ്കിൽ ഇപ്പൊ വമ്പം കലിപ്പില് അവക്കിജിയെ നോക്കി ഓടി അടുക്കും. അതിനിടയില് നമ്മുടെ മാർക്കോ അവനിപ്പോ അവക്കിജിയുടെ വയറ്റിൽ ആഞ്ഞെട്ടിക്കും. കട്ട് ചെയ്ത ഇപ്പൊ നേവി ഹെഡ്ക്വാർട്ടേഴ്സ് കാണും. അതിനുള്ളിലാണെങ്കിൽ നമ്പർ 3 അവനാണെങ്കിൽ അവക്കിജി അറ്റാക്ക് ചെയ്യുന്ന ആ ഗ്യാപ്പില് വാക്സ് ക്രിയേറ്റ് ചെയ്ത് അവന്റെ ഒരു ശില്പം ഉണ്ടാക്കി അവിടുന്ന് രക്ഷപ്പെട്ട് ഇവിടേക്ക് എത്തി. അപ്പൊ അവന്റെ തൊട്ടു പുറകിലായിട്ട് 3 പേര് ഓടി വരുന്ന ശബ്ദം അവൻ കേൾക്കും. അത് മറ്റാരുമല്ല, 3 നേവി സോൾജിയേഴ്സ് ആണ്. എയ്സിനെ കൊല്ലാൻ ഏൽപ്പിച്ച 2 പേര് കൊല്ലപ്പെട്ടു. അവർക്ക് പകരമായിരിക്കും ഇവരിപ്പോ അവിടേക്ക് പോവാ. നമ്പർ 3 ആണെങ്കിൽ എന്തോ ഒരു ബുദ്ധി വിളിച്ചുണ്ടാവും. അതേസമയം വൈറ്റ് ബിയേർഡും പൈററ്റ്സും അവരാണെങ്കിൽ എയ്സിനെ രക്ഷിക്കാനായി നേവി ബേസിലേക്ക് ഇപ്പൊ നീന്തി അടുത്തു. ഇവിടെ പൈററ്റ്സ് ആണെങ്കിൽ ഓർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പാത്ത് അതുവഴി അകത്തേക്ക് പോകാൻ ശ്രമിക്കും. പക്ഷെ നേവി സോൾജിയേഴ്സ് അവരെല്ലാവരും ആ ഒരു വഴിക്ക് മുൻപിൽ തടിച്ചുകൂടി നിൽക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും അതുവഴി കടത്തി വിടില്ല എന്ന് പറഞ്ഞ് വലിയ വലിയ ആയുധങ്ങള്, ഗണ്ണ്, പീരങ്കിയൊക്കെ ആയിട്ട് അങ്ങനെ പോയിന്റ് ചെയ്ത് നിൽക്കും. പൈററ്റ്സ് ആണെങ്കിൽ ഇപ്പൊ പരസ്പരം അങ്ങനെ ബൂസ്റ്റ് ചെയ്യും. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. ഓർ അവന്റെ ജീവൻ പോലും ഓരോ നിമിഷവും ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എങ്ങനെയെങ്കിലും ഓറിന്റെ അടുത്തെത്തണം. പാത്തിലൂടെ അകത്തേക്ക് കയറി
നമ്മുടെ പപ്പയുടെ ആഗ്രഹം എയ്സിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇക്കാർക്കാണെങ്കിൽ അത്ഭുതം തോന്നും. ഇത്രയും വലിയ അറ്റാക്ക് നടത്തിയിട്ടും അവർക്കാണെങ്കിൽ ഒരു കൂസലും ഇല്ല. ബുള്ളറ്റുകളെ വെറും മിഠായിയുടെ ലാഘവത്തോടു കൂടെയാണ് പൈററ്റ്സ് കാണുന്നത്. അവരങ്ങനെ വാശിയോടുകൂടെ മുൻപോട്ടേക്ക് വരും. അതേസമയം ആ കടലില് അതിലെന്തോ വലിയൊരു തിര ഇളകി അടിക്കാൻ തുടങ്ങും. ഒരുപാട് ബബിൾസ് ഒക്കെ മുകളിലേക്ക് പൊന്തും. അടുത്ത നിമിഷം വൈറ്റ് ബിയർഡ് ഒരു കപ്പലുമായിട്ട് മുകളിലേക്ക് ഉയർന്നു വരികയാണ്. കടലിലുണ്ടായിരുന്ന എല്ലാ പൈററ്റ്സിനെയും അതിലേക്ക് വാരിയിട്ട് ആ നേവി ബേസ് ലക്ഷ്യമാക്കി ആ കപ്പൽ അങ്ങനെ ചീറിപ്പാഞ്ഞു പോകും. വൈറ്റ് ബിയർഡ് ഓൾറെഡി ഇതെല്ലാം എക്സ്പെക്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് പിക്കപ്പായിട്ട് ഒരു കപ്പൽ കൂടെ കടലിന്റെ അടിയിൽ കരുതിയത്. കപ്പലാണെങ്കിൽ ചീറിപ്പാഞ്ഞു വരുന്നത് കണ്ട സെൻഗോക്കു ആൾ വീണ്ടും വീണ്ടും നേവി സോൾജിയേഴ്സിനോട് നിർത്താതെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരാണെങ്കിൽ മാക്സിമം ഫോഴ്സിൽ ഒരുപാട് ബുള്ളറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് അറഞ്ചം പുറഞ്ചം ഷൂട്ട് ചെയ്ത് തള്ളും. അവർ ഒരുപാട് തവണ കപ്പലിനെ നോക്കി ഷൂട്ട് ചെയ്തിട്ടും കപ്പലിനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറ്റില്ല. ഗോകുവിനാണെങ്കിൽ ആളുടെ ഹാർട്ട് ബീറ്റ് കൂടി വരും. ആള് പറയും കപ്പലിനെ ഫോക്കസ് ചെയ്യരുത്, ആ ഓറിനെ ഷൂട്ട് ചെയ്ത് പൂർണ്ണമായിട്ടും തകർത്ത് എത്രയും പെട്ടെന്ന് ആ വാള് അത് മുഴുവനായിട്ടും മുകളിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ ഇനി നമുക്ക് അവരെ തടയാൻ പറ്റൂന്ന് പറയും. ഉടനെ വൈറ്റ് ബിയർഡ് ചിരിക്കും. നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല, നിങ്ങൾ ഒരുപാട് ലേറ്റ് ആണെന്ന് പറഞ്ഞ് കപ്പല് ഓറിന്റെ അടുത്തേക്ക് അടുപ്പിക്കുകയാണ്. ഓറാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വലിഞ്ഞ് ആ കപ്പൽ ചുമന്ന് ലാൻഡിലേക്ക് വെക്കും. പൈററ്റ്സിനാണെങ്കിൽ ഭയങ്കര ആവേശം. അവരവരുടെ വെപ്പനും കത്തിയൊക്കെ എടുത്ത് അങ്ങനെ ഉയർത്തി കാണിച്ച് ആരവം മുഴക്കും. വൈറ്റ് ബിയർഡിന്റെ ബുദ്ധി അത് റോക്കറ്റാണ്. ആൾ കറക്റ്റ് ആയിട്ട് ബുദ്ധിപരമായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് അവരിപ്പോ ഈസിയായി ലാൻഡിലെത്തി. ഇനി അല്പദൂരം കൂടെ മാത്രം മുൻപോട്ടേക്ക് പോയാൽ അവർ കേസിന്റെ അടുത്തെത്താം. മാത്രമല്ല ഇപ്പൊ അവർ ആ നേവി ബേസ് കീഴടക്കി കഴിഞ്ഞു. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോട് കൂടെ എയ്സിനെ നോക്കും. എയ്സ് ഉടനെ വൈറ്റ് ബിയർഡിന്റെ പേര് വിളിച്ച് കരയാൻ തുടങ്ങും. അതേസമയം ഓറാണെങ്കിൽ എയ്സ് എയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രതീക്ഷയില് വൈറ്റ് ബിയർഡിനെ അങ്ങനെ നോക്കുകയാണ്. അതേസമയം തൊട്ട് താഴെ നേവിക്കാരാണെങ്കിൽ ഒരല്പം പോലും ബ്രേക്ക് കൊടുക്കാതെ അവനെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനമായിട്ട് എയ്സിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും ഓർ താഴേക്ക് വീഴുകയാണ്. ഓറിന് അനക്കം ഉണ്ടാവില്ല. ഇവിടെ വൈറ്റ് ബിയർഡ് ആണെങ്കിൽ കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ നേവി കൂട്ടത്തെ അങ്ങനെ തുറപ്പിച്ചു നോക്കും. ആളുടെ നോട്ടം കാണുമ്പോൾ തന്നെ അവരുടെ മുട്ടുകൾ കൂട്ടിയടിക്കും. ജീവൻ വേണമെങ്കിൽ മുൻപിൽ നിന്ന് മാറിക്കോളാൻ വൈറ്റ് ബിയർഡ് പറയും. അതിനുശേഷം ആ സ്ക്വാഡ് വെച്ച് എയറിൽ അങ്ങനെ ആഞ്ഞു വീശാണ്. ആ ഒരു ഫോഴ്സിൽ വലിയൊരു ഇടിമുഴക്കം ഉണ്ടായി വലിയൊരു പവർ തന്നെ പുറത്തേക്ക് പ്രവഹിക്കും. ആ ഒരു പവറിൽ താങ്ങാൻ കഴിയാതെ അവരെല്ലാവരും ദൂരേക്ക് തെറിക്കുകയാണ്. നേവി അഡ്മിറൽസ്, വൈസ് അഡ്മിറൽസ് ഒഴികെ ബാക്കി എല്ലാ നേവി സോൾജിയേഴ്സും അതിൽ പറന്നു പോകും. അടുത്ത സെക്കൻഡ് വൈറ്റ് ബിയർഡിന്റെ അഡ്മിറൽസ് അവരിപ്പോ ചാടി പുറത്തേക്ക് ഇറങ്ങും. സെൻഗോക്കു ആണെങ്കിൽ വേറെ വഴിയില്ലാതെ ഇറങ്ങി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. വൈറ്റ് ബിയർഡിന് പിടികിട്ടും മെയിൻ ആൾക്കാരെല്ലാവരും കളത്തിലിറങ്ങാൻ പോവുകയാണെന്ന്. ലൂഫി ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ എയ്സിന്റെ പേര് വിളിച്ച് ഓടി വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.